ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് മെയ് 2-നാണ്. അന്നു മുതൽ ഇതുവരെയും പൂർണ്ണമായും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് തടസ്സപ്പെടുകയായിരുന്നു. സ്വന്തം വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളിൽ വന്ന് വേണമെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം, അതിനെ തങ്ങൾ എതിർക്കില്ലെന്നായിരുന്നു സമരക്കാർ പറഞ്ഞിരുന്നത്. ഇന്ന് 10:30-ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനിക്കേണ്ടതായിരുന്നു. 25 പേരാണ് ഇന്നത്തെ ലിസ്റ്റിൽ, പട്ടികയിലുണ്ടായിരുന്നത്. 25 പേരുടെയും പേര് 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ വിളിച്ചെങ്കിലും ആരും ഹാജരായിരുന്നില്ല. എന്നാൽ 10:30 കഴിഞ്ഞിട്ടും വീണ്ടും ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറാതെ വീണ്ടും ടെസ്റ്റിനായി ഇവിടെ ഗ്രൗണ്ടിൽ തുടർന്നു. അതിനുശേഷമാണ് 3 പേർ, 2 പേർ ഇരുചക്ര വാഹനങ്ങളുടെയും ഒരാൾ 4 ചക്ര വാഹനത്തെ കാറിൻ്റെയും ടെസ്റ്റിന് വേണ്ടിയാണ് എത്തിയത്. കാറിൻ്റെ ടെസ്റ്റിന് വേണ്ടി എത്തിയ പെൺകുട്ടി കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗസറ്റ് ഓഫീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AS വിനോദിൻ്റെ മകളാണ്. ഇദ്ദേഹം KB ഗണേഷ് കുമാറുമായി വിവാദബദ്ധരുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ടെസ്റ്റിനെത്തിയതോടുകൂടി ഒരു ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ തന്നെയാണ്, കാറിൽ തന്നെയാണ് ടെസ്റ്റിന് എത്തിയത്. അതോടുകൂടിയാണ് ഇവിടെ സമരക്കാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ കുട്ടി റോഡ് ടെസ്റ്റ് നടത്തി, റോഡ് ടെസ്റ്റിൽ പാസ്സാവുകയും ചെയ്തു. ആ റോഡ് ടെസ്റ്റിൽ പാസ്സായത് തന്നെ ക്രമക്കേടെന്ന ആരോപണമാണ് സമരക്കാർ ഉന്നയിച്ചത്. അതിനുശേഷം ഈ പെൺകുട്ടി ഇവിടെ ഈ ഗ്രൗണ്ടിൽ ടെസ്റ്റിന് വേണ്ടി എത്തുകയായിരുന്നു. ടെസ്റ്റ് തുടക്കത്തിൽ തന്നെ കുട്ടിക്ക് പിഴച്ചു. വലിയ കൂകിവിളികളിലൂടെയാണ് ഈ സമരക്കാർ അതിനെ നേരിട്ടത്. വലിയ പ്രതിഷേധമുയർന്നു. അതിനിടയിലാണ് ഈ ടെസ്റ്റ് നടന്നത്. ആ പെൺകുട്ടി ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ടെസ്റ്റ് പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോഴും വലിയ പ്രതിഷേധം സമരക്കാർ ഉയർത്തി. ആ വാഹനം, കാർ പുറത്തേക്ക് പോകുമ്പോൾ അത് അടിച്ചും കൂകി വിളിച്ചും അസഭ്യം പറഞ്ഞും ടെസ്റ്റിനെത്തിയവരെക്കെതിരെ വലിയ പ്രതിഷേധം സമരക്കാർ ഉയർത്തി. ടെസ്റ്റ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഓടിച്ചു. ഞാൻ റൂള് തെറ്റിച്ചാണ് ഓടിച്ചത്. അങ്ങനെയാണ് ടെസ്റ്റ് ഫെയിലായത്. പ്രതിഷേധക്കാരുടെ വലിയ സമരക്കാരുടെ പ്രതിഷേധമുണ്ട്. അതെങ്ങനെ ബാധിച്ചു? ടെൻഷനുണ്ട്, കാരണം പുറകിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പം. പക്ഷേ അവരവരുടെ രീതി പറയുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടാണോ വന്നത്? ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ തന്നെ വന്നതാണ്.